വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 20th ഡേ ആണല്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് 20ാമത്തെ ദിവസമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസമായല്ലേ? ഓക്കെ, നാളെ 21st ഡേ ആണ്. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന ബ്രെയിൻ ചോദിക്കുന്ന ടൈമാണ് 21 ദിവസം, 21 ഡേയ്സ് എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകളൊക്കെ 21 ദിവസം നാളെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾ ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവില്ല, മൈന്യൂട്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ തരുന്നത് ഭയങ്കര ഹീലിംഗ് പ്രാക്ടീസും ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇതാണ് എക്സാക്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെന്ന് ഒരിക്കലും അല്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ പറയുന്നത്. അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും ഹീലിങ്ങും ഒക്കെ വരുന്നത് ക്ലാസ്സിലാണ്. ഓക്കെ, അതൊന്നും നമുക്ക് വീഡിയോയിൽ തരാൻ പറ്റില്ല, ബിക്കോസ് അത് എൻ്റെ ഗൈഡൻസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യൂട്യൂബ് വീഡിയോയിൽ തരുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ആണെങ്കിലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവല്ലേ ചെയ്യേണ്ടത്. പെട്ടെന്ന് നമ്മൾ അഡ്വാൻസ് ലെവലിൽ പോകുന്നതിന് നല്ലത് ബേബി സ്റ്റെപ്പ് എടുത്ത് മെല്ലെ മെല്ലെ പോകുന്നതാണ് അല്ലേ? നമ്മൾ മൈൻഡിനെയും ബോഡിയും ഒക്കെ പഠിപ്പിച്ചു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചെറിയ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ മാറ്റങ്ങളിൽ എത്തുന്നതല്ല ഏറ്റവും നല്ലത്. ആദ്യം നമ്മൾ മെല്ലെ കൺസിസ്റ്റൻസി ഒക്കെ പഠിപ്പിച്ച് ബോഡിയും മൈൻഡിനെയും അതിലേക്കൊന്ന് കൊണ്ടുവന്ന് റിസൾട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ വലിയ കാര്യങ്ങളിലേക്ക്, അതുപോലെ ഹീലിങ്ങിലേക്ക്, വലിയ ടെക്നിക്സിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരുന്നു. അത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ ഇന്ന് തന്നെ Day 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിത് ലോങ് ജേണിയാണ്, 90 ഡേയ്സ് ജേണിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മൈൻഡ് പവർ റിലേറ്റഡ് ആയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കട്ടോ. ഓക്കെ, എന്താണെങ്കിലും, കാരണം ഇതൊരു ഫാമിലി പോലെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. ലൈക്ക് ഒരു കോച്ച്, ഒരു മെൻറ്റർ, ഞാൻ ഭയങ്കര സംഭവം അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും ഒരേ ജേണിയിൽ പോകുന്ന ആൾക്കാരാണ്. ചില ആളുകൾ പ്രാക്ടീസ് ചെയ്ത് മുന്നിലെത്തുന്നു, പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു ജേണിയുടെ പാർട്ടാവാൻ പറ്റും. അവരെത്തിയതുപോലെ തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരു സെപ്പറേഷൻ ഒന്നുമില്ല. എത്ത് എനർജി ലെവൽ വി ആർ ഓൾ വൺനെസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അങ്ങനെ സെപ്പറേഷനോ കാര്യങ്ങളോ ഇല്ല. ഈ യൂട്യൂബിലെ ഫാമിലി നമുക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല എങ്കിലും കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ ഡെയിലി കമൻറ്റ് ചെയ്യുന്നവരായിട്ട് ഞാൻ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കമൻസിലൂടെ നിങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്കും ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യാം. നിങ്ങൾക്കും കോൺവെർസേഷൻ നടത്താം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആളുകളായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ലവ്ഡ് എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇന്നലെ തന്ന ഹഗ് ചെയ്യാനുള്ള ആ ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് സെക്യൂർഡ് അല്ലെങ്കിൽ ഫീലിംഗ് ലവ്ഡ് എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നമ്മൾ എത്തുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ സെൽഫ് ലവിലോട്ടൊന്ന് പോയാലോ നമുക്ക്? നമ്മൾ മുന്നേ മിററിൽ നോക്കിയിട്ട് ചെയ്തിരുന്നു, പക്ഷേ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പവർഫുൾ സ്റ്റേറ്റിൽ നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് മിററിൽ നോക്കി കണ്ണിൽ നോക്കി നിൽക്കുന്നതിന് പകരം നമ്മൾ അന്ന് ചെയ്തത് ഒരു 60 സെക്കൻഡ് നമ്മൾ ഐബോൾസിൽ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുന്നതാണ്. അത് വേറൊരു ഫീലിംഗ് ആണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അതല്ല. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ 1 മിനിറ്റ് ഐബോൾസിൽ നോക്കി നിൽക്കാം. ഓക്കെ, അതും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് പവർഫുൾ ആയിരിക്കും. അപ്പം ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം ഒരു 3 സൈക്കിൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം മിററിൽ നോക്കാം. മിററിൽ ഒരു 1 മിനിറ്റ് 60 സെക്കൻഡ് ഐബോൾസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ കാമാവും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് ചെസ്റ്റിലേക്ക് വെച്ച്, ഇതാണ് നമ്മുടെ ഹാർട്ട് സെൻറ്റർ എന്ന് പറയുന്നത്. ഹാർട്ട് ചക്ര ഇവിടെയാണ്. ഓക്കെ, അപ്പം ഇവിടെ കൈ പ്ലേസ് ചെയ്തതിന് ശേഷം മിററിൽ നോക്കി, കണ്ണിൽ നോക്കി, ഐബോൾസിൽ നോക്കിയിട്ട് പറയുക, ഐ ബിലീവ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു, ഐ ട്രസ്റ്റ് യു, ഐ സപ്പോർട്ട് യു, ഐ ബിലീവ് ഇൻ യു,
ഐ ട്രസ്റ്റ് യു, ഐ സപ്പോർട്ട് യു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എടുത്ത് പറയാം. ഞാനാണെങ്കിൽ പറയും, ഡിയർ ശ്രീവിദ്യ, ഐ ബിലീവ് ഇൻ യു, ഐ സപ്പോർട്ട് യു, ഐ ട്രസ്റ്റ് യു. 21 ടൈംസ് ആണ് പറയേണ്ടത്. ഇതേ ഫീലിൽ പറയാം. അല്ലാതെ ഐ ബിലീവ് ഇൻ യു, ഐ ട്രസ്റ്റ് യു അങ്ങനെ പേടിപ്പിക്കുന്ന പോലെ പറയാൻ പാടില്ല, ഷൗട്ട് ചെയ്യുന്ന പോലെ പറയാൻ പാടില്ല. കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക നമ്മളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യണേ. ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിൽ വരുന്ന ടെക്നിക്കാണ്, കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എവിടെയോ വായിച്ചതോ കണ്ടതോ ഒന്നുമല്ല. ഞാൻ ഇപ്പം പുറത്തു പോയി വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നു. അപ്പം എൻ്റെ മൈൻഡിൽ എന്താണ് വരുന്നത് അത് ഞാൻ പറയുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. എൻ്റെ ഒരു ക്ലാസ്സും അങ്ങനെ സ്ട്രക്ചർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലുള്ള രീതിയിലാണ്. അപ്പോൾ ഫ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നും ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇത് ഞാൻ ക്ലാസ്സിൻ്റെ കാര്യം പറയാൻ റീസൺ ആരൊക്കെ ക്ലാസ്സിനെ പറ്റി ചോദിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ കൊണ്ട് ഓഫർ തീരുന്നതായിരിക്കും. കാരണം എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഓഫർ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ടീം മെമ്പേഴ്സിനെ കണക്ട് ചെയ്യണേ. ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല, അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവുന്നു. യൂട്യൂബിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് പോളിസി ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ ടീം മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുക. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അതിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ ശ്രീവിദ്യ അനൂപ് എന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് DM ചെയ്താൽ മതി. ഓക്കെ, അതിൽ അവർ എൻ്റെ ടീം മെമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും, അവർ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ആളുകൾ ക്ലാസ്സിനെ പറ്റി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക മറക്കരുത്. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ മിററിൽ നോക്കിയിട്ട് ചെയ്തതിന് ശേഷം 21 ടൈംസ് പറഞ്ഞതിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റിലൂടെ കോൺവെർസേഷൻ നടത്താവുന്നതാണ്. നമ്മളൊരു ഫാമിലി പോലെ 90 ഡേയ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ശരിക്കും ഒരു എന്ത് ഡൗട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പ്രാക്ടീസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ലവ് എന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് സെൽഫ് ലവ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് പറയാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ലവ് യു.